ഹായ്, എല്ലാവർക്കും ചെമ്പരത്തിയുടെ അടുത്ത ആഴ്ചയിലെ ഒരു എപ്പിസോഡ് പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ അഖിലാണ്ടേശ്വരി കല്യാണിക്ക് ഒരവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഗുഡ് ഹോപ്പ് ഇന്റർനാഷണൽ കമ്പനിയുമായുള്ള ഡീൽ അവതരിപ്പിച്ച് അത് സൈൻ ചെയ്താൽ കല്യാണിക്ക് തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാം എന്നാണ് അഖില പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഐഡന്റിറ്റിയായി ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ പദവി അഖില വീണ്ടും കല്യാണിക്ക് നൽകിയിരിക്കുകയാണ്. പിന്നീട് ആനന്ദ് പറയുന്ന ഒരു വ്യവസ്ഥ കൂടി അഖില അംഗീകരിക്കുകയാണ്. പ്രോജക്റ്റ് സൈൻ ചെയ്താൽ കിട്ടുന്നതിന്റെ 50% കല്യാണിക്ക് കൊടുക്കുമോ എന്ന ആനന്ദിന്റെ ചോദ്യത്തിന് അഖില കൊടുക്കും എന്ന് തന്നെയാണ് മറുപടി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കല്യാണി പ്രോജക്റ്റ് അവതരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ആനന്ദ് അഖിലയെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ആനന്ദ് കല്യാണിയെ ചേർത്ത് പിടിച്ച് അത് പറയുന്നത്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് കല്യാണി വളരെ മനോഹരമായി പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നതാണ്. അത് രവിവർമ്മന്റെ മുൻപിലാണ് കല്യാണി പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത്. പ്രോജക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം പ്രോജക്റ്റ് അവതരിപ്പിച്ച ശേഷം രവിവർമ്മൻ ചോദിക്കുകയാണ്, ഈസ് ദെയർ എനിത്തിങ് എൽസ് മേക്ക് ഔട്ട് ഓഫ് ദിസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കല്യാണി ഒന്നും മനസ്സിലാകാതെ രവിവർമ്മനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒന്നും മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന കല്യാണിയോട് രവിവർമ്മൻ ചോദിക്കുകയാണ്, മാഡത്തിന് ഇംഗ്ലീഷ് ഒട്ടും വശമില്ല അല്ലേ? അതിനും ഉത്തരം നൽകാനാകാതെ നിൽക്കുകയാണ് കല്യാണി. അന്നേരമാണ് ഗംഗ അവിടേക്ക് വരുന്നത്. ഗംഗയും അതേ കമ്പനിയിൽ തന്നെ പ്രോജക്റ്റ് അവതരിപ്പിക്കാനാണ് എത്തുന്നത്. പക്ഷെ ഗംഗയെ കണ്ടപ്പോൾ അരവിന്ദിന് ഒന്നും തോന്നുന്നില്ല. അരവിന്ദ് പുച്ഛത്തോടെ തന്നെ ഗംഗയെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ ഗംഗ ഇതിനായി വരുമെന്ന് ആനന്ദ് പ്രതീക്ഷിക്കുന്നില്ല. ആനന്ദ് അതിശയത്തോടെ തന്നെ ഇരിക്കുകയാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഫയലുമായി വരുന്ന ഗംഗ കൂളിംഗ് ഗ്ലാസ് മാറ്റിയിട്ട് ആനന്ദിനെ തന്നെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. പിന്നീട് അകത്തേക്ക് പോവുകയാണ് പ്രോജക്റ്റ് അവതരിപ്പിക്കാനായി. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ വന്ന ആനന്ദിന് ഗംഗയെ കാണുമ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഇനി ഇതിൽ തന്റെ കല്യാണി വിജയിക്കുമോ എന്ന് ആനന്ദ് അവിടെ സംശയിക്കുകയാണ്. പക്ഷെ അന്നേരം രവിവർമ്മനുള്ള മറുപടി അവിടെ കല്യാണി നൽകുകയാണ്. ബാക്കിയുള്ള മുഹൂർത്തങ്ങൾ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്